Hi everyone, welcome to Exam by Olympiad. So, we have IOQM exam registration already started. So, registration process detail video video pause side register. So, registration process step by step explain. So, register data so, before that, we Exam by Olympiads IOQM exams, Olympiad exams following results. So, this version we video class results so video before that classes IOQM subject by subject classes completely YouTube available ongoing maths strong area prepare IOQM exam strong algebra geometry combinatorics portion strong develop classes plus 1 plus 2 വരെ എഴുതാം അല്ലേ അപ്പോൾ plus 1 plus 2 ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി കൂടുതൽ പഠിച്ചിട്ടുണ്ടാവും സ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക plus 1 ലൊക്കെയാണ് ഇത് ക്രാക്ക് ചെയ്യുന്നതെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക ചെറിയ ക്ലാസ്സസിൽ 8 മുതലേ എഴുതി വരുന്ന ഒരുപാട് പേരുണ്ട് സോ ചെറിയൊരു രജിസ്ട്രേഷൻ ഫീസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ രജിസ്ട്രേഷന്റെ ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 25 ആണ് ആസ് ഓഫ് നൗ ജൂലൈ 25 ആണ് നമ്മുടെ സെന്റർ രജിസ്ട്രേഷൻ സെന്ററുകളൊക്കെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മുടെ സ്റ്റുഡൻസ് രജിസ്റ്റർ ആണ് ചെയ്യേണ്ടത് സെന്റർ രജിസ്ട്രേഷനും കുറച്ച് ഡേയ്സ് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു അത് വിചാരിച്ച് നമ്മുടെ ജൂലൈ 25 സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ നീട്ടി വെക്കുന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ അതിനു മുന്നേ തന്നെ കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്യാൻ രണ്ട് വഴികളാണുള്ളത് ഒന്ന് നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം രണ്ടാമത് ഓൺലൈൻ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം അപ്പോൾ രണ്ട് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ നമുക്കറിയാം നമ്മുടെ MTA യുടെ അല്ലേ മാത്തമാറ്റിക്സ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ വെബ്സൈറ്റിലാണ് നമ്മുടെ IOQM ന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉള്ളത് MTA ആണ് IOQM ഫസ്റ്റ് സ്റ്റേജ് ഓഫ് മാത്ത് ഒളിമ്പ്യാഡ് കണ്ടക്ട് ചെയ്യുന്നത് സോ നിങ്ങൾ ഇതിൽ എടുത്താൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ Indian Olympiad Qualifiers Mathematics IOQM 2025 ന്റെ ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം സോ ഇവിടെ IOQM പേജ് ക്ലിക്ക് ചെയ്ത് നോക്കാം യെസ് സോ IOQM ന്റെ പേജിൽ നിങ്ങൾക്ക് IOQM 2025-2026 ൽ രജിസ്ട്രേഷൻ ഓഫ് ഇൻഡിവിജ്വൽ സ്റ്റുഡൻസ് ഈസ് നൗ ലൈവ് അതായത് സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ ഇത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സെന്റർ രജിസ്ട്രേഷൻ ഈസ് ക്ലോസ്ഡ് സെന്ററുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു അതിന്റെ കംപ്ലീറ്റ് ലിസ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി സ്റ്റുഡൻസിന് രജിസ്റ്റർ ചെയ്യാം അപ്പോൾ നമ്മുടെ സ്കൂൾ രജിസ്റ്റർ ചെയ്തോ ഇല്ലയെന്ന് നമ്മൾ നോക്കണ്ട നമുക്ക് ഏത് സെന്ററിൽ എന്ത് ചെയ്യാം രജിസ്റ്റർ നമ്മുടെ തൊട്ടടുത്ത സ്കൂളിലൊക്കെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം ഓൺലൈൻ ആയിട്ടും രജിസ്റ്റർ ചെയ്യാം ഓഫ്ലൈൻ ആയിട്ടും രജിസ്റ്റർ ചെയ്യാം സോ ഇവിടെ സ്റ്റുഡന്റ് എൻറോൾമെന്റ് ഈസ് ഓപ്പൺ നൗ ക്ലിക്ക് ഹിയർ ടു എൻറോൾ എന്നാണ് സോ അതിന് തൊട്ട് മുന്നേ ഇവിടെ നമ്മൾ നോക്കിയാൽ ഇവിടെ കുറെ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ ഇവിടെ ഫോർ സെന്റർ എന്നുള്ളത് സെന്റർ രജിസ്ട്രേഷന്റെ കാര്യങ്ങളായിരുന്നു അത് കഴിഞ്ഞു ഇനി നമ്മുടെ ഫോർ സ്റ്റുഡന്റ് എടുത്താൽ നമ്മുടെ സ്റ്റുഡന്റിനുള്ള എലിജിബിലിറ്റി ഇത് ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എലിജിബിലിറ്റി നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാം സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ സ്റ്റുഡന്റ് ലോഗിൻ ഇവിടെ ഉണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സോ ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നോക്കിയാൽ സ്റ്റുഡന്റ് എൻറോൾമെന്റ് ഫോം നമുക്ക് കാണാം അല്ലേ സോ ഇവിടെ സ്റ്റുഡന്റ് എലിജിബിലിറ്റിയും IOQM പോസ്റ്റർ ഒക്കെ ഉണ്ട് അപ്പോൾ സ്റ്റുഡന്റ് എൻറോൾമെന്റ് ഫോം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫോം ആണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഓഫ്ലൈൻ ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ഫോം ഫില്ല് ചെയ്ത് സ്കൂൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ KV JNV സ്കൂൾസ് ഒക്കെ ആണെങ്കിൽ നിങ്ങളെ സ്കൂൾ ഓൾറെഡി ഇൻഫോം ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളെ സ്കൂൾ രജിസ്റ്റർ ചെയ്യുന്ന നിങ്ങളെ ടീച്ചേഴ്സ് എന്തായാലും ഇൻചാർജ് എന്തായാലും നിങ്ങൾ ഇൻഫോം ചെയ്തിട്ടാവും സോ ഇങ്ങനെ ഒരു ഫോമിൽ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് നമ്മൾ സ്കൂളിൽ തന്നെ ഫീസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ബേസിക്കലി നിങ്ങളുടെ സ്കൂൾ തന്നെ ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഡാറ്റ ഫില്ല് ചെയ്യാനൊക്കെ മേ ബി നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ഇത് പ്രിന്റ് ഔട്ട് എടുത്ത് തരുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട് എടുത്ത് എന്ത് ചെയ്യാം നിങ്ങളുടെ സ്കൂളിൽ തന്നെ രജിസ്റ്റർ ചെയ്യാം നിങ്ങളുടെ സ്കൂൾ IOQM ഒരു സെന്റർ ആണെങ്കിൽ എന്നുള്ള കേസാണ് പറയുന്നത് ഇനി തൊട്ടടുത്ത സെന്റേഴ്സിലും നമുക്ക് പോയിട്ട് രജിസ്റ്റർ ചെയ്യാം KV JNV സ്കൂൾസ് അല്ലാത്ത മറ്റ് സ്കൂളിലെ കുട്ടികൾക്ക് തൊട്ടടുത്തുള്ള സ്കൂളുകളിൽ അതായത് അവൈലബിൾ ആയിട്ടുള്ള സ്കൂളുകളിലും പോയി രജിസ്റ്റർ ചെയ്യാം സോ ഇവിടെ ബേസിക്കലി നമ്മുടെ സ്റ്റുഡന്റിന്റെ നെയിം ഡേറ്റ് ഓഫ് ബർത്ത് മറ്റു കാര്യങ്ങൾ സ്കൂൾ ഡീറ്റെയിൽസ് അഡ്രസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഫില്ലിൻ ചെയ്യുക പിന്നെ നിങ്ങൾ സ്കൂളിൽ തന്നെ എന്ത് ചെയ്യുക അതിന്റെ ഫീസും കാര്യങ്ങളൊക്കെ അടയ്ക്കുക എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് ഇവിടെ സ്കൂൾ ഇത്ര എമൗണ്ട് റിസീവ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും സ്കൂൾ ഓഫീസിൽ നിന്ന് ഒരു റെസിപ്റ്റ് തരുന്നതാണ് ഇത് ബേസിക് ആയിട്ട് നമ്മുടെ ഓഫ്ലൈൻ രജിസ്ട്രേഷൻ ആണ് സോ ഇതിനേക്കാൾ ഈസി നമുക്ക് എന്താണ് ഓൺലൈൻ ആയിട്ട് രജിസ്റ്റർ ചെയ്യാനാണ് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാം സോ ഓൺലൈൻ രജിസ്ട്രേഷന്റെ പ്രോസസ്സ് ഞാൻ പറഞ്ഞുതരാം സോ ഓൺലൈൻ രജിസ്ട്രേഷന് വേണ്ടി വീണ്ടും നമ്മൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് പോകുന്നു ഇവിടെ സ്റ്റുഡന്റ് എൻറോൾമെന്റിൽ ഇവിടെ എന്താണ് ഫോർ IOQM ഓപ്പൺ നൗ സോ ക്ലിക്ക് ഹിയർ ടു എൻറോൾ എന്ന് ക്ലിക്ക് ചെയ്താൽ യെസ് സോ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും ഇങ്ങനെ ഒരു ഫോം ആണ് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു പേജിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും ഇവിടെ സ്റ്റുഡന്റ് എൻറോൾമെന്റിൽ എൻറോൾ ഉണ്ട് ലോഗിൻ ഉണ്ട് അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എൻറോൾ ആണ് നമ്മൾ രജിസ്റ്റർ ചെയ്യണം എന്നിട്ട് നമുക്ക് ലോഗിൻ ചെയ്ത് നോക്കാം നമ്മുടെ ബാക്കി ഡീറ്റെയിൽസ് അപ്ലിക്കേഷൻ ഫോം കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഹാൾ ടിക്കറ്റ് ഒക്കെ വരുന്നതായിരിക്കും സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം എൻറോൾ എന്ന് ക്ലിക്ക് ചെയ്യാം സോ എൻറോൾ എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേറൊരു വിൻഡോയിലേക്ക് പോകും ഇവിടെയാണ് നമ്മുടെ IOQM രജിസ്റ്റർ ചെയ്യേണ്ടത് സോ രജിസ്റ്റർ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ വീണ്ടും എലിജിബിലിറ്റി ഇവിടെ പറയുന്നുണ്ട് സ്റ്റുഡൻസ് ബോൺ ബിറ്റ്വീൻ August 1, 2006 and July 13, 2013 and studying in class 8, 9, 10, 11 or 12 ആയിരിക്കും രജിസ്റ്റർ ചെയ്യേണ്ടത് അവർക്ക് മാത്രമേ രജിസ്റ്റർ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉള്ളൂ പ്ലീസ് നോട്ട് നോ സ്റ്റുഡൻറ്റ് ബോൺ ഓൺ ഓർ ആഫ്റ്റർ August 1
2013 കഴിഞ്ഞിട്ട്, അതായത് ജൂലൈ 31 കഴിഞ്ഞിട്ടുള്ള ഡേറ്റിലാണ് നിങ്ങൾ ജനിച്ചെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ല. ഈ തന്നിട്ടുള്ള ഡേറ്റിലാണ്, ഈ ക്ലാസ്സസിലാണ് നിങ്ങൾ പഠിക്കുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. സോ രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് 1 by 1 ആയിട്ട് പറയാം. ഓരോ പേജസിലും നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ നമ്മുടെ രജിസ്ട്രേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു, നമ്മുടെ പേജിൽ നമുക്ക് കാണാൻ പറ്റുന്നത് IUQM 2025 സ്റ്റുഡൻറ് എൻറോൾമെന്റ് എന്നാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കണം, വീണ്ടും നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇവിടെ പറയുന്നുണ്ട്. സോ ഫസ്റ്റ് നമ്മൾ നെയിം ഓഫ് ദ സ്റ്റുഡൻറ്, ഫസ്റ്റ് മിഡിൽ ലാസ്റ്റ്, അതായത് നിങ്ങളുടെ സ്കൂൾ റെക്കോർഡ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ആധാറിലൊക്കെയുള്ള ഒഫീഷ്യൽ നെയിം, കൃത്യമായിട്ടുള്ള നെയിം തന്നെ നിങ്ങൾ കൊടുക്കുക. അതുപോലെ 10th ഉള്ളവർക്ക് അറിയാം, നമ്മുടെ എല്ലാ റെക്കോർഡ്സിലും നമ്മുടെ ഒഫീഷ്യൽ നെയിം കറക്റ്റ് ആയിരിക്കണം. സോ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള നെയിം ഇവിടെ ഫുൾ ആയിട്ട് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റിക്കാതെ കൊടുക്കുക. സോ ഡേറ്റ് ഓഫ് ബർത്ത് നെയിം കൃത്യമായിട്ട് കൊടുക്കുക. ദെൻ മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കാനുണ്ട്. ദെൻ റീകൺഫേം മൊബൈൽ നമ്പർ ഉണ്ട്. സോ മൊബൈൽ നമ്പർ ആൻഡ് റീകൺഫേം മൊബൈൽ നമ്പർ. ദെൻ ഇമെയിൽ അഡ്രസ് നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ട്. ദെൻ റീകൺഫേം ഇമെയിൽ അഡ്രസ്. സോ ഇത് രണ്ട് ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ടിക്ക് മാർക്ക് വരും. അതായത് ഇത് രണ്ടും കറക്റ്റ് ആണെങ്കിൽ, നമ്മുടെ മൊബൈൽ നമ്പർ റീകൺഫേം ചെയ്ത് കറക്റ്റ് ആണ്, തെറ്റാണെങ്കിൽ നമുക്ക് അടുത്ത പേജിലേക്ക് പോകാൻ കഴിയില്ല. രണ്ടും കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടിക്ക് മാർക്ക് വരുന്നതായിരിക്കും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ഓൾ ദ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ടു IUQM 2025-26 വിൽ ബി സെൻഡ് ടു ദ എബോവ് മെൻഷൻഡ് മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ ഐഡി. അപ്പോൾ നമ്മൾ രജിസ്റ്റർ നമ്പർ വരുന്ന സമയത്ത് മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറയുന്ന ഇവിടെ കൊടുക്കുന്ന മൊബൈൽ നമ്പറിലും ഇമെയിൽ അഡ്രസ്സിലാണ്. അപ്പോൾ ഇതിന്റെ രണ്ടിലും ലോഗിനും കാര്യങ്ങളൊക്കെ നിങ്ങളിലുണ്ട്. ഇതിലൊക്കെ OTP ഒക്കെ വരാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് റെഡിയാണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ഇത് രണ്ടും ഫില്ല് ചെയ്യുക. എന്നിട്ട് ജനറേറ്റ് OTP എന്ന് ക്ലിക്ക് ചെയ്യുക. സോ ജനറേറ്റ് OTP കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മെയിലിൽ ഒരു OTP വരുന്നതായിരിക്കും, ഫോൺ നമ്പറിൽ ഒരു OTP വരുന്നതായിരിക്കും. രണ്ടും സെയിം അല്ല, രണ്ടും ഡിഫറൻ്റ് ആണ്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് മെയിലിൽ എന്താണ് ഗ്രീറ്റിംഗ്സ് ഫ്രം IUQM ഇന്ത്യൻ ഒളിമ്പ്യാഡ് ക്വാളിഫയേഴ്സ് ഇൻ മാത്തമാറ്റിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ഒരു OTP നമ്പർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ മെയിലിൽ ഒരു OTP വരുന്നുണ്ട്, മൊബൈൽ നമ്പറിൽ വേറൊരു OTP വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ഇൻ ചെയ്ത് ഫോൺ നമ്പർ മാച്ച്, നമ്മൾ രണ്ടും മാച്ച് ആണ്, നമ്മളുടെ ഇമെയിലും മാച്ച് ആണെങ്കിൽ ജനറേറ്റ് OTP കൊടുക്കുന്നു. ആ സമയത്ത് നമുക്ക് ഇവിടെ ഒരു കോളം ഫിൽ ഇൻ ചെയ്യാൻ വരും. അപ്പോൾ നോക്കാം, പ്ലീസ് ചെക്ക് ദ ഇൻബോക്സ് ഓർ ജങ്ക് ഫോൾഡർ ഫോർ ഇമെയിൽ OTP. അപ്പോൾ മൊബൈൽ OTP, മൊബൈലിൽ വരുന്ന നമ്പറിൽ വരുന്ന OTP കൃത്യമായിട്ട് ഇവിടെ കൊടുക്കുക. ഒരു 6 ഡിജിറ്റോ മറ്റോ ആയിരിക്കും. അതുപോലെ ഇമെയിൽ OTP നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുക. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഇമെയിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിലിലെ ജങ്ക് ഫോൾഡർ അല്ലെങ്കിൽ സ്പാമിലൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ ആ മെയിൽ വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇമെയിൽ കംപ്ലീറ്റ്ലി ചെക്ക് ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഇവിടെ OTP ഫില്ല് ചെയ്യുക. അപ്പോൾ OTP ഫില്ല് ചെയ്യാൻ ഒരു 3 മിനിറ്റ്സോളം ടൈം എന്തോ കൊടുക്കുന്നുണ്ട്. സോ അതിനുള്ളിൽ തന്നെ രണ്ടും ഫില്ല് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീജനറേറ്റ് OTP വീണ്ടും ജനറേറ്റ് കൊടുക്കാം. ഇൻ കേസ് OTP വന്നിട്ടില്ലെങ്കിൽ അപ്പോൾ കൃത്യമായിട്ട് രണ്ടാമത് വരുന്ന കറക്റ്റ് ആയിട്ട് വരുന്ന OTP മൊബൈലിൽ ഈ കോളത്തിലും ഇമെയിലിലെ രണ്ടാമത്തെ കോളത്തിലും കൊടുത്തിട്ട് എൻറോൾ എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സോ അത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, സോ നമ്മളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ഇൻ ചെയ്യുന്നു, കൃത്യമായിട്ട് OTP കൊടുക്കുന്നു, നമ്മുടെ നെയിമും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ കൺഫേം ചെയ്തിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എൻറോൾ എന്നുള്ള കാര്യങ്ങൾ കൊടുക്കുക. അതുപോലെ നമ്മുടെ മൊബൈൽ നമ്പറും ഇമെയിലും ഒക്കെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന തന്നെയാണ് എന്നുള്ള ഉറപ്പ് വരുത്താം. ദെൻ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കോളം വരും, ഹൗ ഡിഡ് യു ഫസ്റ്റ് കം ടു നോ അബൌട്ട് IUQM. ഇത് അവരുടെ ഒരു ഡാറ്റ കളക്ഷൻ പോലെയാണ്. എങ്ങനെയാണ് നിങ്ങളിത് അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അറിയാനാണ്. സോ നിങ്ങൾ ന്യൂസ് പേപ്പറോ വെബ് സെർച്ചോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് വഴിയോ ടീച്ചേഴ്സ് വഴിയോ അല്ലെങ്കിൽ നമ്മുടെ X&Y കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടോ മറ്റോ വഴിയാണോ അറിഞ്ഞത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ടിക്ക് ചെയ്യുക. ഹൗ ഡിഡ് യു ബിക്കേം ഇൻട്രസ്റ്റഡ് ഇൻ മാത്തമാറ്റിക്സ്. സോ ഇതൊന്നും നമ്മുടെ എക്സാമിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ല, ജസ്റ്റ് ഇത് ഫില്ലിൻ ചെയ്ത് കൊടുക്കാനുണ്ട് എന്നുള്ളൂ. സോ നിങ്ങൾ എങ്ങനെയാണ് മാത്തമാറ്റിക്സിൽ ഇൻട്രസ്റ്റഡ് ആയത്, അപ്പോൾ ബുക്സ് വഴിയാണോ അല്ലെങ്കിൽ കോച്ചിങ് ക്ലാസ്സസ് വഴിയാണോ ഒളിമ്പ്യാഡ് എക്സാംസ് വഴിയാണോ എന്നുള്ളത് ജസ്റ്റ് ടിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പ്രൊസീഡ് എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ എൻറോൾ കഴിഞ്ഞാൽ ഇതാണ് നിങ്ങൾക്ക് വരുന്നത്. ദെൻ നിങ്ങൾ ഇത് ജസ്റ്റും 2 ടിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫോം വരാം, IUQM 2025 സ്റ്റുഡൻറ് ലോഗിൻ. അപ്പം നമ്മൾ എൻറോൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ലോഗിൻ ചെയ്തിട്ട് അപ്ലിക്കേഷൻ മുഴുവൻ ഫില്ല് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലോഗിനിലേക്ക് വന്നാൽ എന്തൊക്കെ വേണം, എൻറോൾമെന്റ് നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ ഈ എൻറോൾമെന്റ് നമ്പർ എന്നുള്ളത് നമ്മൾ പറഞ്ഞ മെയിലിലേക്കായിരിക്കും വരുന്നത്. സോ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, നമ്മുടെ മെയിൽ ആക്റ്റീവ് ആണോ, മെയിൽ വർക്കിംഗ് ആണോ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കണം. സോ ആ മെയിലിൽ നിങ്ങൾക്ക് എൻറോൾമെന്റ് നമ്പർ വരും. അതുപോലെ ആ എൻറോൾമെന്റ് നമ്പറും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും, ഡേറ്റ് ഓഫ് ബർത്തിന്റെ ഫോർമാറ്റ് നോക്കുക, DDMM YYYY എന്നാണ്. അപ്പോൾ നിങ്ങൾ 2007 January 1 ആണെങ്കിൽ 01/01/2007 എന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ട് ലോഗിൻ കൊടുക്കുക. അപ്പോൾ രണ്ടും കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ലോഗിൻ ആവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരു മെയിൽ ഓൾറെഡി നിങ്ങളുടെ എൻറോൾമെന്റ് കഴിഞ്ഞാൽ, സോ ഡിയർ ഇവിടെ നിങ്ങളുടെ നെയിം കാണാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ യുവർ IUQM 2025 എൻറോൾമെന്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞൊരു നമ്പർ കാണാം. അപ്പോൾ നമ്പർ MTA എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു നമ്പർ ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് കുറച്ച് ഡിജിറ്റ്സ് ഉണ്ടാവും. ഈ നമ്പർ കൃത്യമായിട്ട് നിങ്ങൾക്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കൃത്യമായിട്ട് ടൈപ്പിംഗ് ചെയ്തിട്ട് തന്നെ നമ്മളുടെ ലോഗിനിൽ കൊടുക്കുക.
പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞിട്ടുള്ള ഫോർമാറ്റിൽ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യുക. സോ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മളുടെ രജിസ്ട്രേഷൻ അപ്ലിക്കേഷനിലേക്ക് നമ്മൾ പോകുന്നത്. ഇവിടെ നമ്മളിപ്പോൾ എൻറോൾ ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ, ലോഗിൻ ചെയ്തു. ദെൻ നമ്മളിനി എക്സാമിന് അപ്ലൈ ചെയ്യണം. അപ്പോൾ എക്സാമിന് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഇൻസ്ട്രക്ഷൻസ് ഫോർ അപ്ലോഡിംഗ് ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞൊരു വിൻഡോ, ഇതുപോലൊരു വിൻഡോ വരും. ഈ വിൻഡോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് സ്റ്റുഡന്റ് മസ്റ്റ് അപ്ലോഡ് ദ ഫോളോയിങ് ഡോക്യുമെന്റ്സ് ഇൻ ദ സ്പെസിഫൈഡ് ഫോർമാറ്റ്സ് ആൻഡ് സൈസസ്. അപ്പം നമ്മൾ കുറച്ച് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനുണ്ടല്ലേ, നമ്മുടെ ഫോട്ടോ ഉണ്ടാവും, നമ്മുടെ ID കാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ലേറ്റസ്റ്റ് ഫോട്ടോഗ്രാഫ് നോട്ട് ഓൾഡർ ദാൻ 6 months, 6 മാസത്തിനുള്ളിലുള്ള നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, അതായത് നിങ്ങൾ ലാസ്റ്റ് എടുത്ത ഫോട്ടോസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. ഇറ്റ് ഷുഡ് ബി ഇൻ JPG PNG ഫോർമാറ്റ്. മിക്ക ഇമേജ് ഫയൽസും JPG PNG ഫോർമാറ്റ്സിലായിരിക്കും. ആൻഡ് സൈസ് മസ്റ്റ് ബി ബിറ്റ്വീൻ 10 KB and 100 KB. അപ്പോൾ അതിന്റെ സൈസ് 10 KB 100 KB ആയിരിക്കും. അപ്പോൾ നമ്മളെ ഇമേജസ്, നമ്മുടെ ഫോണിലുള്ള ഇമേജസ് ഒക്കെ ആണെങ്കിൽ പല സൈസിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് സിംപ്ലി ഗൂഗിൾ ചെയ്യാം, ഇമേജ് റീസൈസർ എന്ന് ഗൂഗിൾ ചെയ്താൽ അതിൽ നിങ്ങൾക്ക് ഓരോ ഇമേജിനും ഡിഫറൻറ്റ് സൈസിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾ ഇമേജ് റീസൈസർ കൊടുത്താൽ 10 മുതൽ 100 KB ആണ്. അപ്പോൾ ഒരു 50 KB മറ്റോ റീസൈസ് ചെയ്ത് അതിൻ്റെ ഇടയിലുള്ളൊരു സൈസിലേക്ക് റീസൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഇമേജ് സേവ് ചെയ്ത് വെക്കാം നിങ്ങളുടെ ഫോണിലോ ലാപ്ടോപ്പിലോ. എങ്ങനെയാണ് നിങ്ങൾ അപ്ലിക്കേഷൻ ചെയ്യുന്നത്, മേ ബി സിസ്റ്റത്തിൽ അപ്ലിക്കേഷൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും, അപ്ലൈ ചെയ്യുന്നത് ഈസി ആയിരിക്കും. അപ്പോൾ ഇമേജ് നിങ്ങൾ എന്താണ്, പാസ്പോർട്ട് സൈസ് ഇമേജ് സൈസ് 10 to 100 KB. അടുത്തത്, either one of the following documents must be uploaded. ഇനി താഴെ പറയുന്നതിൽ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് വേണം. ഈ താഴെ പറയുന്ന 3 എണ്ണത്തിലാണ്. അതിന്റെ സൈസ് 50 KB to 250 KB ആണ്. നോട്ട് ഹോം സ്കൂൾ സ്റ്റുഡൻസ് മേ അപ്ലോഡ് ആൻ ആൾട്ടർനേറ്റീവ് വാലിഡ് പ്രൂഫ്. അപ്പോൾ ഹോം സ്കൂൾഡ് സ്റ്റുഡൻസിന് വേറൊരു പ്രൂഫ് കൊടുക്കേണ്ടി വരും. ഇവിടെ നമുക്ക് പ്രൂഫ് നോക്കാം. ഒന്ന്, സ്കൂൾ ഓർ കോളേജ് ID കാർഡ്. അപ്പോൾ ഹോം സ്കൂളിലല്ല, നിങ്ങൾ സ്കൂൾ സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് ID, സ്കൂൾ ID കാർഡ് നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യുക. അതില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലേറ്റസ്റ്റ് സ്കൂൾ ഫീ റെസീപ്റ്റ് വിത്ത് ദ ഒഫീഷ്യൽ സ്കൂൾ സ്റ്റാമ്പ്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് സ്കൂളാണ് പഠിക്കുന്ന നിങ്ങളിപ്പോൾ എൻറോൾ ചെയ്ത സമയത്തുള്ള എന്താണ് റെസിപ്റ്റ്, എന്താണ് ഒഫീഷ്യൽ ഫീ റെസിപ്റ്റ്. യെസ്, നിങ്ങൾ സ്കൂൾ എൻറോൾ ചെയ്യുമ്പോഴുള്ള ഫീ റെസിപ്റ്റിന്റെ ഫോട്ടോ എടുക്കാം. മിക്കവാർക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്കൂൾ ID കാർഡ് ഓപ്റ്റ് ചെയ്യാം, ഈസിയാണ്. അല്ലെങ്കിൽ ലാസ്റ്റ് ഇയേഴ്സ് റിപ്പോർട്ട് കാർഡ് വിത്ത് ഒഫീഷ്യൽ സ്റ്റാമ്പ്, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ട് കാർഡ്സ് ഉണ്ടാവും സ്കൂളിൽ. അത് ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു ഡാറ്റ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. ഒന്ന്, നിങ്ങളുടെ ഫോട്ടോ. രണ്ടാമത് നമ്മൾ പറയുന്നത് ഈ 3 എണ്ണത്തിലൊരു കാര്യമാണ്, നിങ്ങളുടെ ID കാർഡ്. നിങ്ങൾ ഏത് സ്കൂളാണ് പഠിക്കുന്നത്, നിങ്ങളുടെ നെയിമും കാര്യങ്ങളും സ്കൂളിന്റെ ഡീറ്റെയിൽസും ഉള്ള ഒരു പ്രൂഫാണ് വേണ്ടത്. ഇനി ഒരു പ്രൂഫും കൂടെ വേണം. either one of the following documents must be uploaded as proof ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ നമ്മുടെ ഫോട്ടോ, നമ്മൾ ഏത് സ്കൂളാണ് പഠിക്കുന്നത് എന്നുള്ളതിന് ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു ഡാറ്റ, ദെൻ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്നത് അല്ലേ, അതും 50 KB to 250 KB ആണ്. അപ്പോൾ ഏതൊക്കെയാണ് ഡേറ്റ് ഓഫ് ബർത്തിന് പറ്റുന്നത്, ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്. സോ എന്താണ്, ആധാർ കാർഡ് ആണെങ്കിൽ ഈസി, നമുക്ക് എല്ലാവർക്കും ആധാർ കാർഡ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇവിടെ അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റോ പാസ്പോർട്ടോ ഒക്കെ യൂസ് ചെയ്യാം. പക്ഷേ നിങ്ങളുടെ ഡേറ്റ്, നിങ്ങൾ നേരത്തെ കൊടുത്ത ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആയിട്ടുള്ള പ്രൂഫ് ഏതാണോ നോക്കുക, അത് തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ 3 ഡാറ്റയും നിങ്ങൾ റെഡി ആക്കി വെക്കുക. ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 3 ഡാറ്റയും റെഡി ആക്കി വെക്കുക. നിങ്ങളുടെ ഫോട്ടോ ഇന്ന സൈസ് ആയിരിക്കണം, ആ സൈസ് നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ സ്കൂൾ ഏത് സ്കൂളാണ് പഠിക്കുന്നത് പ്രൂഫ്, ID കാർഡാണ് ഈസി ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നെക്സ്റ്റ് വൺ, നിങ്ങൾ അടുത്തത് എന്താ വേണ്ടത്, ഡേറ്റ് ഓഫ് ബർത്തിന്റെ പ്രൂഫ്. 3 പ്രൂഫാണ് നമുക്ക് വേണ്ടത്. സോ 3 ഡാറ്റയാണ് വേണ്ടത്. ഡേറ്റ് ഓഫ് ബർത്തിൻ്റെത്, ആധാറോ മറ്റോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. സോ ദ എൻറ്റയർ ആപ്ലിക്കേഷൻ പ്രോസസ് മസ്റ്റ് ബി കംപ്ലീറ്റഡ് ഇൻ 1 സെഷൻ. സോ നിങ്ങൾ പ്രൊസീഡ് ടു ആപ്ലിക്കേഷൻ പോയാൽ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് പ്ലീസ് എൻഷുർ ഓൾ ഡോക്യുമെന്റ്സ് ആർ റെഡി ഫോർ അപ്ലോഡ് ബിഫോർ സ്റ്റാർട്ടിംഗ് ദ ഫോം. സോ ഫോം ഇവിടെ പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നേ ഈ കാര്യങ്ങളൊക്കെ റെഡി ആണോ നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. ദെൻ എൻറ്റയർ ആപ്ലിക്കേഷൻ നീഡ് ടു ബി കംപ്ലീറ്റഡ് ഇൻ 1 സെഷൻ. വി റെക്കമെൻഡ് ദാറ്റ് യു കീപ് ഓൾ ദ റെലവെന്റ് ഡോക്യുമെന്റ്സ്. അപ്പോൾ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന നിങ്ങൾ കൃത്യമായിട്ടൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ട് തന്നെ ഇതിലേക്ക് പോവുക. ഇനി ഇവിടെ ഒരു ഡിക്ലറേഷൻ ഉണ്ട്. ഈ എക്സാം ആപ്ലിക്കേഷൻ പല സമയത്തും ഈ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞൊരു ഫോം കാണാം. അവിടെ ഒരു ടിക്ക് കൊടുക്കാനുണ്ട്. നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കി എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ ഡിക്ലെയർ ചെയ്യുന്നത്, എന്നാലേ നമുക്ക് അപ്ലിക്കേഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ. സോ ഐ കൺഫേം ദാറ്റ് ഐ ഹാവ് റെഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് എബവ് ഇൻസ്ട്രക്ഷൻസ്. അതായത് മേലെ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. വിൽ അപ്ലോഡ് ദ കറക്റ്റ് ആൻഡ് വാലിഡ് ഡോക്യുമെന്റ്സ്. കറക്റ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഞാൻ അപ്ലോഡ് ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു ഡിക്ലറേഷൻ ആണ് അത്. ഈ ബോക്സ് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ടിക്ക് മാർക്ക് വരും. എന്നിട്ട് പ്രൊസീഡ് ടു അപ്ലിക്കേഷൻ പേജ് എന്ന് ക്ലിക്ക് ചെയ്യുക. സോ പ്രൊസീഡ് ടു അപ്ലിക്കേഷൻ പേജ് എന്ന് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു ഫോമാണ് വരുന്നത്. ഇത് താഴേക്ക് ഒരുപാട് ഫോം ഉണ്ടാവും. ഫസ്റ്റ് നിങ്ങൾ നോക്കുന്നത് പേഴ്സണൽ ഇൻഫർമേഷൻ. അപ്പോൾ നമുക്ക് നോക്കാം, പ്ലീസ് ഫിൽ അപ്പ് ദ ഇൻഫർമേഷൻ ബിലോ കെയർഫുള്ളി. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ ഫിൽ ഇൻ ചെയ്യുക. എനി ഇൻകറക്റ്റ് ഇൻഫർമേഷൻ സബ്മിറ്റഡ് മേ ലീഡ് ടു ഡിസ്ക്വാളിഫിക്കേഷൻ അറ്റ് എനി സ്റ്റേജ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തെറ്റായിട്ട് കൊടുത്താൽ, നിങ്ങൾ ആധാറിൻ്റെ ID അല്ലെങ്കിൽ നിങ്ങൾ ഏത് ക്ലാസ് ആണെന്നുള്ള, അപ്പോൾ ക്ലാസ് 8, 9, 10, 11, 12 ഒക്കെ ക്ലിക്ക് ചെയ്യാനുണ്ട്. സോ അതെന്തെങ്കിലും മാറി കൊടുക്കുക. അങ്ങനെ നിങ്ങൾ തെറ്റായിട്ട് ഇൻഫർമേഷൻ കൊടുത്താൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈ ആക്കുക, നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റണമെന്നില്ല. സോ സ്റ്റുഡൻസ് ബോൺ, വീണ്ടും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നത് കൃത്യമായിട്ട് ഈ ഡേറ്റിനുള്ളവർക്ക് എഴുതാൻ പറ്റുന്നുള്ളൂ. ആൻഡ് ക്ലാസ് 8 to 12 ആയിരിക്കണം. സോ പേഴ്സണൽ ഇൻഫർമേഷൻ വെരി സിമ്പിൾ ആണല്ലേ. നെയിം
നെയിം ഓഫ് ദ സ്റ്റുഡന്റ് ഫില്ല് ചെയ്യാനുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, മൊബൈൽ നമ്പർ നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പർ തന്നെ കൊടുക്കാം, ആൻഡ് ഇമെയിൽ അഡ്രസ്. ഇതൊക്കെ ഓൾറെഡി ഫിൽഡ് ആയിരിക്കും, കാരണം നമ്മൾ ഓൾറെഡി എൻറോൾ ചെയ്യുമ്പോൾ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡാറ്റയൊക്കെ ഓൾറെഡി ഇവിടെ ഫില്ല് ചെയ്ത് കിടക്കുന്നുണ്ടാവും. പിന്നെ നമ്മൾ കൊടുക്കുന്നത് യുവർ ID കാർഡ് ടൈപ്പ്, ഏത് ID കാർഡാണ്. അപ്പോൾ നിങ്ങൾ സ്കൂൾ ID മറ്റു കാര്യങ്ങളൊക്കെയാണ് അത് കൊടുക്കുക, അല്ലെങ്കിൽ ആധാർ പ്രൂഫ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആധാർ പ്രൂഫിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഡ്രോപ്പ് ഡൗണിൽ വരുന്നത് കൃത്യമായിട്ട് കൊടുത്തിട്ട് ID നമ്പർ ക്ലിക്ക് ചെയ്യുക. ദെൻ ജെൻഡർ, നാഷണാലിറ്റി, ടൈറ്റിൽ ആൻഡ് നെയിം ഓഫ് ഫാദർ, മദർ ഓർ ഗാർഡിയൻ. സോ ആരാണ് ഗാർഡിയൻ എന്നുള്ള കാര്യം, അവരുടെ പേരും നിങ്ങളുടെ നാഷണാലിറ്റിയും ജെൻഡറും ഒക്കെ ക്ലിക്ക് ചെയ്യാൻ കൊടുക്കാനാണ് നമ്മൾ യൂഷ്വലി എക്സാംസ് ഫില്ലിങ് ചെയ്യുന്ന പോലെ തന്നെ. അടുത്തത് ഇത് താഴേക്ക് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇനി സ്കൂൾ ഇൻഫർമേഷൻ ആണ് വരുന്നത്. സോ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ KV സ്കൂളാവാം, JNV സ്കൂളാവാം, മറ്റ് സ്കൂൾസിലാവാം, ചിലപ്പോൾ നിങ്ങളുടെ സ്കൂൾസ് രജിസ്റ്റേർഡ് ആവാം. അപ്പോൾ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, അടുത്ത പേജിലേക്ക് പോയാൽ ഇവിടെ സ്കൂൾ ടൈപ്പ് കൊടുക്കുന്നുണ്ട്, അതുപോലെ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ KV, JNV ആൻഡ് അതർ സ്കൂൾ എന്ന് കാണാം, 3 സെറ്റ് കാണാം. നിങ്ങൾ KV ആണെങ്കിൽ KV ക്ലിക്ക് ചെയ്യുക, അല്ലെ JNV ആണെങ്കിൽ JNV ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ് ഇവിടെ കൃത്യമായിട്ട് കൊടുക്കാം. സോ ഇവിടെ ക്ലാസ് എന്നുള്ളത് 8, 9, 10, 11, 12 നിങ്ങൾക്ക് കാണാം, അത് കൃത്യമായിട്ട് കൊടുക്കുക. ഇനി നിങ്ങൾ KV ആണെന്ന് വിചാരിക്കാം. സോ KV 9th എന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഫോം വരും. അതായത് ഇവിടെ തന്നെ നിങ്ങൾക്ക് ഇവിടെ 3 കോളം കൂടെ വരും. സെലക്ട് സ്കൂൾ, സെലക്ട് സ്റ്റേറ്റ്, സെലക്ട് ഡിസ്ട്രിക്ട്, സെലക്ട് സ്കൂൾ നെയിം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ക്ലിക്ക് ചെയ്യുക. KV ഓർ JNV ആണ് കൊടുക്കുന്നതെങ്കിൽ അവരുടെ ഡാറ്റ ഓൾറെഡി ഇതിൽ ഉണ്ട്. സോ KV ആണെങ്കിൽ KV, ഞാൻ കേരള ഇവിടെ സെലക്ട് ചെയ്തു, ഞാൻ ഡിസ്ട്രിക്ട് കോഴിക്കോട് സെലക്ട് ചെയ്തു. സോ ഇവിടെ നമ്മൾ സ്കൂൾ നെയിം നോക്കിയാൽ KV1, KV2, 2 KV ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് കാണാനുണ്ട്. അപ്പോൾ KV, JNV സ്റ്റുഡൻസ് ഈ ഒരു ഫോം വരുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കൂൾ ടൈപ്പ് അത് ക്ലിക്ക് ചെയ്യുക, ക്ലാസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 3 കോളം വരുന്നതായിരിക്കും, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, നിങ്ങളുടെ സ്കൂൾ ഏതാണെന്നുള്ളത്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ മറ്റ് സ്കൂളിലെ സ്റ്റുഡൻസ് ആണെങ്കിൽ, അതർ സ്കൂളിലെ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളുടെ സ്കൂൾ ടൈപ്പ് അതേഴ്സ് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ക്ലാസ് സെലക്ട് ചെയ്യുക. ആ ക്ലാസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വീണ്ടും ഇവിടെ കോളം കാണാം. നിങ്ങൾ കേരള സ്റ്റേറ്റ് കൊടുക്കുക, ഡിസ്ട്രിക്റ്റ് കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഡിസ്ട്രിക്റ്റിലെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള സ്കൂൾസ് കാണാം. പക്ഷേ എല്ലാ സ്കൂൾസ് ആ ലിസ്റ്റിൽ ഉണ്ടാവണമെന്നില്ല. ഇവിടെ ഒരു കാര്യം അഡീഷണലി പറയുന്നുണ്ട്, നോട്ട് ഫോർ ഹോം സ്കൂൾ സ്റ്റുഡൻസ്. നിങ്ങൾ ഹോം സ്കൂളിംഗ് ചെയ്യുന്നവരാണെങ്കിൽ ടിക്ക് ദ ചെക്ക് ബോക്സ് ബിലോ ആൻഡ് മാനുവലി എൻ്റർ യുവർ home details in the provided fields. So not for other school students, if your school is not listed in the drop down, tick the checkbox below to manually enter your school details. അപ്പോൾ KV, JNV ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ ഫിൽ ഇൻ ചെയ്യാൻ പറ്റും. മറ്റ് സ്കൂൾസ് ആണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഫിൽ ചെയ്തിട്ട് ഇവിടെ സ്കൂൾ നെയിം ചെക്ക് ചെയ്യുമ്പോൾ കുറച്ച് സ്കൂൾ നെയിംസ് കാണാം. അതിൽ നിങ്ങളുടെ സ്കൂൾ ഉണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് ബാക്കി താഴേക്ക് ചെയ്തു പോവുക. ഇനി നിങ്ങളുടെ സ്കൂൾ ഇല്ലെങ്കിൽ, ഈ ലിസ്റ്റിൽ കാണാനില്ലെങ്കിൽ, if your school name is not in the list, then ടിക്ക് ദ ചെക്ക് ബോക്സ്. അപ്പോൾ നിങ്ങളുടെ നെയിം ഇവിടെ ഇല്ലെങ്കിൽ, സ്കൂൾ നെയിം ഇല്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് ടിക്ക് ഇൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആരും ടെൻഷൻ ആവണ്ട, നിങ്ങളുടെ സ്കൂൾ നെയിം ഇല്ലെങ്കിൽ ഇത് ക്ലിക്ക് ഇൻ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്കൂൾ അഡ്രസ്സ്, സ്കൂൾ പിൻകോഡ്, സ്കൂൾ ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ്, അതുപോലെ സിറ്റി, താലൂക്ക്, ഏത് റീജിയൻ ആണ്, നിങ്ങൾ ഏത് ബോർഡാണ്, നിങ്ങൾ CBSE ആണോ അല്ലെങ്കിൽ ICSE ആണോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ബോർഡാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ മീഡിയം ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം അല്ലെങ്കിൽ ഹിന്ദി, നിങ്ങൾ ഏത് മീഡിയത്തിലാണ് പഠിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ആൻഡ് അതർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. സോ നിങ്ങൾ അത് കൃത്യമായിട്ട് കൊടുക്കുക. ഓക്കെ, സോ സ്കൂൾ ഇൻഫർമേഷൻസ് ഫിൽ ഇൻ ചെയ്യാം. ഞാനിവിടെ എന്താ ചെയ്തത്, അതേഴ്സ് ആൻഡ് 9th. സോ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ നോട്ട് ഇഫ് യുവർ സ്കൂൾ നെയിം ഇസ് നോട്ട് എന്നാണ് ക്ലിക്ക് ചെയ്തത്. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ കോളം മുഴുവൻ ഫിൽ ഇൻ ചെയ്യേണ്ട. അപ്പോൾ ഞാനൊരു സ്കൂൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. സോ സ്കൂളിൻ്റെ ബോർഡ് ഏതാണ്, ഏത് മീഡിയ ആണെന്നൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ ഫിൽ ഇൻ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മളുടെ സ്കൂൾ ഇൻഫർമേഷൻ, പേഴ്സണൽ ഇൻഫർമേഷൻ കഴിഞ്ഞു, സ്കൂൾ ഇൻഫർമേഷൻ കഴിഞ്ഞു. പിന്നെ അഡ്രസ്സിൻ്റെ ആണ്, പെർമനന്റ് അഡ്രസ്സ്, കറന്റ് അഡ്രസ്സ്. സോ പെർമനന്റ് അഡ്രസ്സിൽ പോയിട്ട് നിങ്ങളുടെ വീട്ടിലെ അഡ്രസ്സ് കൃത്യമായിട്ട്, വീട്ടിലെ അഡ്രസ്സ്, പിൻകോഡ്, ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ ഫിൽ ഇൻ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഒരു കോളം ടിക്ക് ചെയ്യാൻ കാണാനുണ്ട്. സോ ഇവിടെ കറക്റ്റ് ആയിട്ട് ടിക്ക് ചെയ്യുക. ടിക്ക് ഇഫ് പെർമനന്റ് ആൻഡ് കറന്റ് അഡ്രസ് ആർ സെയിം. സോ നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സും കറന്റ് അഡ്രസ്സും സെയിം ആയിരിക്കും. നിങ്ങൾ നാട്ടിൽ തന്നെയാണല്ലോ നിൽക്കുന്നത്, നിങ്ങൾ വേറെ സ്ഥലത്ത് പഠിക്കുകയാണെങ്കിൽ പെർമനന്റ് അഡ്രസ്സും കറന്റ് അഡ്രസ്സും ഡിഫറൻസ് ഉള്ളൂ. സെയിം ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ടിക്ക് ചെയ്താൽ ഈ ഡാറ്റ മുഴുവൻ ഇവിടെ ഫില്ലായിട്ട് വരുന്നതായിരിക്കും. സോ അത് കൃത്യമായിട്ട് നോക്കുക. പിന്നെ താഴെ ആൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പറും ആൾട്ടർനേറ്റീവ് ഇമെയിലും കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ നിർബന്ധമായിട്ടും കൊടുക്കേണ്ട കാര്യമല്ല അത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ഫില്ല് ചെയ്യാം. വേണേൽ ഫില്ല് ചെയ്യാതെ വിടാം. അഡീഷണലി ഒരു നമ്പറും കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്യണം. ഇൻ കേസ് നിങ്ങളുടെ മെയിൻ നമ്പറിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൾട്ടർനേറ്റ് നമ്പർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. അതുപോലെ ആൾട്ടർനേറ്റീവ് ഇമെയിൽ ID വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ 2 ഡാറ്റ ഇവിടെ ഫിൽ ഇൻ ചെയ്യാം. അപ്പോൾ പെർമനന്റ് അഡ്രസ്സ് ഫില്ല് ചെയ്യാം, ഇവിടെ ടിക്ക് ചെയ്താൽ കറണ്ട് അഡ്രസ്സ് വരുന്നതായിരിക്കും. നെക്സ്റ്റ് സബ്ജക്ട് ലാംഗ്വേജ് ഇൻഫർമേഷൻ ആണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ സബ്ജക്ട് മാത്തമാറ്റിക്സ് ആണ്, IUQM ടെസ്റ്റ് ആണല്ലോ. അപ്പോൾ മാത്തമാറ്റിക്സ് ഓൾറെഡി അവിടെ ഫിൽ ഇൻ ചെയ്തിട്ടുണ്ടാവും. ലാംഗ്വേജ് ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ
ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ലാംഗ്വേജിലാണ് IUQM ടെസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിലാണ് എഴുതുന്നെങ്കിൽ നമ്മൾ ഹിന്ദിയിലായിരിക്കും എഴുതുന്നത് അല്ലേ. സോ നമ്മൾ ഇംഗ്ലീഷിലാണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് സെലക്ട് ചെയ്തിട്ട് ഇംഗ്ലീഷ് എന്ന് ഫിൽ ഇൻ ചെയ്യുക. അപ്പോൾ ഇനി ഹിന്ദി എന്ന് കൊടുത്താൽ നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് ഹിന്ദി പേപ്പർ ആയിരിക്കും വരിക. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ കൊടുക്കണം. പിന്നെ നിങ്ങളുടെ എൻറോൾമെന്റ് ഫീ ഇവിടെ കാണിക്കും. നിങ്ങൾ KV JNV സ്റ്റുഡൻസ് ആണെങ്കിൽ 180 ആയിരിക്കും നിങ്ങളുടെ എൻറോൾമെന്റ് ഫീ വരുന്നത്. ഇനി നിങ്ങൾ അതർ സ്കൂൾ സ്റ്റുഡൻസ് ആണെങ്കിൽ 300 ആയിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ ഫിൽ ചെയ്തിട്ടുണ്ടല്ലോ ഏത് സ്കൂളാണെന്നുള്ളത്, അതനുസരിച്ചുള്ള എൻറോൾമെന്റ് ഫീ ഇത് രണ്ടും സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ കൃത്യമായിട്ട് വരുന്നതായിരിക്കും. ദെൻ പ്രൊസീഡ് ടു പ്രിവ്യൂ കൊടുക്കുക. സോ പ്രൊസീഡ് ടു പ്രിവ്യൂ കൊടുത്താൽ ഇതുപോലെ മുഴുവൻ ഡാറ്റ വരുന്നതായിരിക്കും. ഇവിടെ നമ്മൾ നോക്കിയാൽ നമ്മുടെ സ്റ്റുഡന്റ് ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ വരുന്നതായിരിക്കും. ആധാർ കാർഡ്, അതിന്റെ നമ്പർ, ഡീറ്റെയിൽസ്, ID നമ്മൾ ആധാർ കാർഡ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് വരുന്നതായിരിക്കും. ക്ലാസ്, സ്കൂൾ, നമ്മൾ നേരത്തെ ഫിൽ ചെയ്ത ഡാറ്റ മുഴുവൻ നമുക്ക് ഒറ്റ പേജിൽ കാണാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം നമ്മൾ ചെയ്തതൊക്കെ കറക്റ്റ് അല്ലേ എന്നുള്ളത്. നിങ്ങളുടെ സ്കൂള് ബോർഡൊക്കെ കറക്റ്റ് അല്ലേ, ഇതിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ, ഇൻ കേസ് നിങ്ങളുടെ ബോർഡ് നമ്മൾ സെലക്ട് ചെയ്ത് മാറി അല്ലെങ്കിൽ മീഡിയം സെലക്ട് ചെയ്ത് മാറണമെങ്കിൽ ഇവിടെ എഡിറ്റ് എന്ന് കൊടുത്തിട്ട് പോയിട്ട് വീണ്ടും ചേഞ്ച് ചെയ്തിട്ട് നേരത്തെ പേജിൽ പോയിട്ട് ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും പ്രൊസീഡ് ടു പ്രിവ്യൂ കൊടുക്കാം. സോ ഈ ഡാറ്റ മുഴുവൻ ഒന്ന് ഓടിച്ച് നോക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇവിടെ സബ്ജക്ട് മാത്സ് ആണ് എക്സാം, ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണോ. സോ ഇവിടെ ഇംഗ്ലീഷ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. സോ ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് ടെസ്റ്റ് വരുന്നത്. ആൻഡ് അതർ സ്കൂൾ സ്റ്റുഡൻ്റ് ആണ്. സോ എൻറോൾമെന്റ് ഫീ ഇവിടെ 300 കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇവിടെ ഒരു ഡിക്ലറേഷൻ ടിക്ക് ചെയ്യാനുണ്ട്. എന്താണ് ടിക്ക് ചെയ്യുന്നത്? ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ഇൻ ദിസ് ആപ്ലിക്കേഷൻ ഇസ് ട്രൂ. അതായത് നമ്മൾ ഡിക്ലെയർ ചെയ്യാണ് ഈ തന്ന ഡാറ്റയൊക്കെ കറക്റ്റ് ആണ്, ഞാൻ കറക്റ്റ് പ്രൂഫും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളതെന്നാണ് ടിക്ക് ചെയ്യുന്നത്. ആൻഡ് സേവ് ആൻഡ് ഗോ ടു ഡോക്യുമെന്റ് അപ്ലോഡ്. അപ്പം നമ്മുടെ നമ്മുടെ എന്താണ് ആപ്ലിക്കേഷൻ ഫില്ലിൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഡോക്യുമെന്റ് അപ്ലോഡ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സേവ് ആൻഡ് ഗോ ടു ഡോക്യുമെന്റ് അപ്ലോഡ് ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് ഇങ്ങനെ ഒരു ഫോം വരുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ റെഡി ആക്കി വെക്കാൻ പറഞ്ഞാൽ 3 ഡോക്യുമെന്റ്സ് ഉണ്ടല്ലേ, നമ്മുടെ ഫോട്ടോ, സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൂഫ്, ഡേറ്റ് ഓഫ് ബർത്തിന്റെ ഒരു പ്രൂഫ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ലേറ്റസ്റ്റ് ഫോട്ടോഗ്രാഫ്സ് നോട്ട് ഓൾറെഡി, ഞാൻ നേരത്തെ പറഞ്ഞ സെയിം ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇവിടെ 3 കാര്യങ്ങളുണ്ട്. ഒന്ന് ഫോട്ടോ. അപ്പോൾ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫയൽസിലേക്ക് പോകും. അവിടെ നമ്മുടെ ഫോട്ടോ ക്ലിക്ക് ചെയ്താൽ ഇവിടെ അപ്ലോഡ് ആവുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ പാസ്പോർട്ട് സൈസ് photo.jpg എന്നാണ് അതിന്റെ പേരെങ്കിൽ ഇവിടെ പാസ്പോർട്ട് സൈസ് photo.jpg എന്ന് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഉള്ള സൈസ് ആണെങ്കിൽ ഇവിടെ ഓൾറെഡി അത് അപ്ലോഡഡ് ആവും. ഇനി നമ്മുടെ സൈസ് വേറെയാണ്, നമ്മൾ എന്താണ് ഒരു 500 KB ഫയൽ ചൂസ് ഫയൽ കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്താൽ ഇവിടെ അപ്ലോഡ് ആവുന്നതായിരിക്കില്ല. ആൻഡ് സേവ് ആൻഡ് ഗോ അടിച്ചാൽ ഒന്നത് മുന്നോട്ട് പോവില്ല. കൃത്യമായിട്ടുള്ള സൈസിൽ റെഡിയാക്കി വെക്കാം. അത് കഴിഞ്ഞ് സ്കൂൾ IDയുടെ ഫോട്ടോ കാര്യങ്ങൾ ചൂസ് ഫയൽ കൊടുത്ത് കൃത്യമായിട്ട് നോക്കട്ടെ. ഫസ്റ്റ് നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ്, രണ്ടാമത് സ്കൂൾ ID ആണ്, മൂന്നാമത് ആധാർ ഓർ പാസ്പോർട്ട് ഓർ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഡേറ്റ് ഓഫ് ബർത്തിന്റെ പ്രൂഫാണ്. അപ്പോൾ ആധാർ ആണെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആധാറിന്റെ ഇമേജ് ക്ലിക്ക് ചെയ്യുക. സോ അത് 3 ഇവിടെ അപ്ലോഡ് ആവുന്നതായിരിക്കും. 3 അപ്ലോഡ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, സേവ് ആൻഡ് ഗോ ടു എക്സാം സെന്റർ പ്രിഫറൻസ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ എവിടെ നിന്നാണ് എക്സാം എഴുതുന്നത്, ഏത് സെന്ററിൽ പോയിട്ട് എക്സാം എഴുതുന്നതെന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അല്ലേ. സോ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് 3 കറക്റ്റ് ആയാലേ ഇവിടെ സേവ് അടിച്ചാൽ പോകുള്ളൂ മുന്നോട്ട്. സോ ഇത് കറക്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്യുക. ഇനി വരുന്നത് ഇങ്ങനൊരു കോളം ആയിരിക്കും. സോ സെലക്ട് യുവർ പ്രിഫേർഡ് എക്സാമിനേഷൻ സെന്റർ. എവിടെയാണ് നമുക്ക് എക്സാം എഴുതേണ്ടത്? വൈൽ എവറി അറ്റംപ്റ്റ് വിൽ ബി മെയ്ഡ് ടു അസൈൻ യു ആൻ എക്സാമിനേഷൻ സെന്റർ ആസ് പെർ യുവർ ഹയസ്റ്റ് പ്രിഫറൻസ്, അതർവൈസ് ദ നിയറസ്റ്റ് പോസിബിൾ സെന്റർ വിൽ ബി അലോട്ടഡ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന സെന്റർ മാക്സിമം നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് തരുന്നതായിരിക്കും. ഇൻ കേസ് എന്തെങ്കിലും കൂടുതൽ ആൾക്കാരോ മറ്റോ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തൊട്ടടുത്ത സെന്റർ നിങ്ങൾക്ക് അലോട്ട് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ എന്തൊക്കെ ക്ലിക്ക് ചെയ്യാനുണ്ടെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഈ കോളം നോക്കണം. ഫസ്റ്റ് തന്നെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം. ഇപ്പം കേരള, ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യാം. എറണാകുളം സെലക്ട് ചെയ്തു വിചാരിക്കാം. അപ്പം നമ്മളിവിടെ സെലക്ട് സിറ്റി ആൻഡ് എറണാകുളത്ത് ഇപ്പോൾ 2-3 സിറ്റീസ് കൊടുക്കുന്നില്ല. ഇപ്പോൾ കോഴിക്കോടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ കോഴിക്കോട് സിറ്റിയിലൊരു എക്സാം സെന്റർ ഉണ്ടാവാറുണ്ട്. സാധാരണ വടകര സിറ്റി അല്ലെ വടകര നിയർ ബൈ ആയിട്ട് സെന്റർ ഉണ്ടാവില്ല. അപ്പോൾ അവിടെയുള്ള സിറ്റീസ് ഒക്കെ കാണിക്കും. പിന്നെ നിങ്ങൾ ഇവിടെ നോക്കിയാൽ സെലക്ട് സെന്റർ എന്ന് കൊടുക്കാം. ഈ സെലക്ട് സെന്റർ കൊടുത്താൽ ആ സിറ്റിയിൽ, ആ ഡിസ്ട്രിക്റ്റിൽ, ആ സിറ്റിയിലുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള സെന്റേഴ്സ് കാണാം. നമ്മൾ ആദ്യം സെന്റർ രജിസ്ട്രേഷൻ പറ്റി പറഞ്ഞിരുന്നല്ലേ. അപ്പോൾ ആ സെന്റർ രജിസ്ട്രേഷനിൽ കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്ത സ്കൂൾസ് ഒക്കെ ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നിട്ട് പ്രൊസീഡ് ടു പ്രിവ്യൂ കൊടുക്കാം. ഓക്കെ, സോ നമ്മൾ ആദ്യത്തെ ഒരു കാര്യമാണിത്. സെന്റർ രജിസ്ട്രേഷനിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്, ശ്രദ്ധിക്കുക. ഇഫ് യു ആർ അൺഎബിൾ ടു ചൂസ് പ്രിഫേർഡ് ഓർ നിയറസ്റ്റ് സെന്റർ ഫ്രം ദ ബിലോ ലിസ്റ്റ്. അപ്പോൾ ഈ തന്നിട്ടുള്ള ലിസ്റ്റിൽ നിങ്ങളൊരു സിറ്റി ഇതൊക്കെ സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ഉള്ളൊരു സ്കൂൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല, മേ ബി നിങ്ങൾക്ക് ദൂരമായിരിക്കാം, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പ്ലീസ് ടിക്ക് ദ ചെക്ക് ബോക്സ് ആൻഡ് സെലക്ട് യുവർ 3 ഡിസ്ട്രിക്ട് എക്സാം സെന്റർ പ്രിഫറൻസ്. അപ്പോൾ ഇൻ കേസ് ഇതിലുള്ള ഒരു സിറ്റിയിൽ ഇന്ന സ്ഥലത്തുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ഈ കോളം ടിക്ക് ചെയ്യാം. അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, 3 ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താണ് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് സെലക്ട് ചെയ്യാൻ വിചാരിക്കാം. അപ്പോൾ ആ 3 ഡിസ്ട്രിക്റ്റിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് സെന്റർ തരാം. ഇൻ കേസ് ഇതിൽ തന്നിട്ടുള്ള ലിസ്റ്റ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ തന്നിട്ടുള്ള സ്കൂൾസ് നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ ഡിസ്റ്റൻസോ മറ്റു കാര്യങ്ങളോ കൊണ്ട് നിങ്ങൾക്ക് പ്രിഫേർഡ് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ബോക്സ് ടിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ ബോക്സ് ടിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഞാൻ ഈ ബോക്സ് ടിക്ക് ചെയ്യാന്ന് വിചാരിക്കുക. സോ അതിന് മുന്നേ ഞാനിവിടെ കേരള, കോഴിക്കോട് ഡിസ്ട്രിക്ട്, സിറ്റി കോഴിക്കോട് തന്നെ കൊടുത്താൽ ഇവിടെ ഡ്രോപ്പ് ഡൗണിൽ നമുക്ക് സ്കൂൾസ് കാണാം. നമ്മൾ ആദ്യം പറഞ്ഞ കേസ്. രണ്ടാമത് നമ്മളിവിടെ ഈ കോളം ടിക്ക് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ കാണുന്നുണ്ട്,
നമുക്ക് 3 സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം. സോ കേരള സ്റ്റേറ്റ് തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ള 3-ലും 3 ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യാം. കോഴിക്കോട്, തൃശ്ശൂർ, എറണാകുളം. നമ്മൾ ആദ്യം പറഞ്ഞ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് സിറ്റി സെലക്ട് ചെയ്തിട്ടുള്ള സെന്ററുകൾ നമുക്ക് ഓക്കെ അല്ലെങ്കിൽ മാത്രം ഇവിടെ ടിക്ക് കൊടുക്കുക. ആ സമയത്ത് ഇങ്ങനെ വരുന്നതായിരിക്കും. ഇങ്ങനെ കൊടുത്തിട്ട് കോഴിക്കോട്, തൃശ്ശൂർ, എറണാകുളം കൊടുത്തിട്ട് ഞാൻ പ്രൊസീഡ് ടു പ്രിവ്യൂ കൊടുത്താൽ എന്താണ്, കോഴിക്കോട്, തൃശ്ശൂർ ഓർ എറണാകുളം ഈ ഓർഡറിൽ ഏതെങ്കിലും ഒരു സിറ്റിയിലായിരിക്കും നമുക്ക് സെന്റർ തരുന്നത്. അപ്പോൾ കോഴിക്കോട് അവൈലബിൾ ആണെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു സെന്റർ നമുക്ക് തരുന്നതായിരിക്കും. തൃശ്ശൂർ അവൈലബിൾ ആണെങ്കിൽ അവിടെ തരുന്നതായിരിക്കും. ആൻഡ് എറണാകുളം ആണെങ്കിൽ അങ്ങനെ തരാം. ഇപ്പം നിങ്ങൾ ദൂരെയാണ് പഠിക്കുന്ന മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിലാണ് ഇത് യൂസ്ഫുൾ ആവുന്നത്. ആൻഡ് നമ്മളത് സെലക്ട് ചെയ്തിട്ട് പ്രൊസീഡ് ടു പ്രിവ്യൂ. ഓക്കെ, പ്രൊസീഡ് ടു പ്രിവ്യൂ കൊടുത്താൽ എന്താണ്, യുവർ പ്രിഫേർഡ് എക്സാമിനേഷൻ സെന്റർ. ഇവിടെ കാണാം സെലക്ടഡ് സെന്റർ പ്രിഫറൻസസ്. യെസ്, നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കോഴിക്കോട്, തൃശ്ശൂർ, എറണാകുളം എന്നുള്ള സെന്റേഴ്സ് ഞാൻ ഇവിടെ കൃത്യമായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ ഡിക്ലറേഷൻ എന്താണ്, വീണ്ടും നമ്മൾ ടിക്ക് ചെയ്യണം. ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് എബോവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ആൻഡ് കംപ്ലീറ്റ് ടു ദ ബെസ്റ്റ് ഓഫ് മൈ നോളജ്. അപ്പോൾ നമ്മളുടെ ഡാറ്റയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുവരെ കൊടുത്തത് കൃത്യമാണ് എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. സോ അത് ജസ്റ്റ് ടിക്ക് ചെയ്താൽ മാത്രമേ ഗോ ടു പേയ്മെന്റ് റിവ്യൂ. അപ്പോൾ ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ഇതിനുള്ള എക്സാം ഫീസ് പേ ചെയ്യുക എന്നുള്ളത്. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഗോ ടു പേയ്മെന്റ് റിവ്യൂ കൊടുക്കാം. ആൻഡ് പേയ്മെന്റ് റിവ്യൂ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലൊരു പേയ്മെന്റ് റിവ്യൂ വരും. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ എൻറോൾമെന്റ് നമ്പർ, നമ്മൾ ആ മെയിലിൽ വന്നു എന്ന് പറഞ്ഞ എൻറോൾ നമ്പർ നമ്മൾ ലോഗിൻ ചെയ്യാൻ യൂസ് ചെയ്തതാണ്. നിങ്ങളുടെ നെയിം, നിങ്ങൾ കൊടുത്ത കൃത്യമായിട്ടുള്ള നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാം. അപ്പോൾ നിങ്ങളുടെ ഡാറ്റ ആണെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ എമൗണ്ട് ഇവിടെ അതർ സ്കൂൾ സെലക്ട് ചെയ്താൽ 300 ആണ് എമൗണ്ട് കൊടുത്തിട്ടുള്ളത്. വീണ്ടും ലാംഗ്വേജ് ഒന്നും കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട്. എക്സാം എഴുതുന്ന ലാംഗ്വേജ് ആണ് പറയുന്നത്, സബ്ജക്ട് മാത്സ് ആണ് എഴുതുന്ന ലാംഗ്വേജ്. എന്നിട്ട് എന്ത് ചെയ്യുക, പ്രൊസീഡ് ടു പേ എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേയ്മെന്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് പേയ്മെന്റ് മസ്റ്റ് ബി കംപ്ലീറ്റഡ് വിത്തിൻ 24 hours ഫ്രം ദ ടൈം ഓഫ് എക്സാം സെന്റർ സെലക്ഷൻ. അപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ എക്സാം സെന്റേഴ്സ് സെലക്ട് ചെയ്തു, അത് കഴിഞ്ഞ് ഒരു 24 hoursനുള്ളിൽ തന്നെ നിങ്ങൾ ഈ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യണം. നമുക്ക് അപ്പോൾ തന്നെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആ 24 hoursനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ഇനി ചെയ്തിട്ടില്ലെങ്കിൽ സെലക്ടഡ് എക്സാം സെന്റർ വിൽ ബി ഇൻവാലിഡ്. അപ്പോൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം സെന്റേഴ്സ് തരണമെന്നില്ല. സോ സിസ്റ്റം allow you to reselect exam center subject to the availability of test centers at that time. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പേയ്മെന്റ് ചെയ്താലേ നമ്മളുടെ സെന്റർ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഡിസ്ട്രിക്റ്റിൽ കൊടുത്തിട്ട് ഞാൻ പേയ്മെന്റ് ചെയ്തില്ല 24 മണിക്കൂറിനുള്ളിൽ ഈ സെന്റേഴ്സിലൊക്കെ ബാക്കിയുള്ളവർ കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്തെന്ന് വിചാരിക്കാം. അങ്ങനെയൊന്നും വരില്ല. കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ടാമത് വീണ്ടും ഈ സെന്റർ സെലക്ഷൻ നടത്തണം. അപ്പം ഈ സെന്റർ സെലക്ഷന്റെ കൂടെ തന്നെ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പാരൻസിനെയോ അല്ലെങ്കിൽ എൽഡർ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെയും കൂടെ ഇരുത്തിയിട്ട് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് പേയ്മെന്റ് ചെയ്തു എന്ന് ഉറപ്പ്. സോ പേ നൗ എന്ന് കൊടുത്താൽ ഇന്നത്തെ നമുക്കറിയാം നമ്മളുടെ സ്കാനിങ് ത്രൂ അല്ലെങ്കിൽ കാർഡ്സോ UPI ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, പേയ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ ഇതിൽ ഏതെങ്കിലും സ്റ്റെപ്സിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഡൗൺ ചെയ്യുക. അപ്പം ജൂലൈ 25 നമ്മളുടെ സ്റ്റുഡന്റ് രജിസ്ട്രേഷന്റെ ലാസ്റ്റ് ഡേറ്റ് ആസ് ഓഫ് നൗ. സോ അത് എക്സ്റ്റെൻഡ് ചെയ്യാം, എക്സ്റ്റെൻഡ് ചെയ്യാതിരിക്കാം. സോ എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ നോക്കണ്ട. നമ്മൾ ജൂലൈ 25 മുന്നേ തന്നെ കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്യാം. സോ മാത്തമാറ്റിക്സ് താല്പര്യമുള്ള സ്റ്റുഡൻസ് 8, 9, 10, 11, 12 സ്റ്റുഡൻസിനുള്ള എക്സാം ആണ് നമ്മുടെ IOQM. സോ എല്ലാവർക്കും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ചാനൽ അറിയാം. ക്ലാസ്സസ് ഒക്കെ ഓൺ ഗോയിങ് ആണ്. നമ്മുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങളും കാര്യങ്ങളൊക്കെ അറിയുന്നതായിരിക്കും. അതുപോലെ മാത്സ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നിങ്ങളുടെ പാരൻസോ നിങ്ങളുടെ ടീച്ചേഴ്സോ ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ സ്കൂൾ മുഴുവൻ ഈ ഡാറ്റ ഷെയർ ചെയ്യുക. നമ്മളുടെ സ്കൂൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് IOQM-ന് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ എല്ലാ സ്റ്റുഡൻസും നമ്മൾ ഇന്ത്യയിൽ ടെസ്റ്റ് എഴുതുന്നത്. അപ്പോൾ IOQM പുറത്തുള്ളവർക്കും വന്ന് എഴുതാം. ബട്ട് നമ്മളെ സ്കൂൾ ഏത് സ്റ്റുഡൻ്റ് ആണെങ്കിലും ഈ ഒരു പ്രോസസ്സിലൂടെ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഒന്നെങ്കിൽ സ്കൂളിൽ ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പറഞ്ഞ ഓൺലൈൻ പ്രോസസ്സിലൂടെ രജിസ്റ്റർ ചെയ്യുക. ഏതെങ്കിലും സ്റ്റെപ്പിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ഡൗൺ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് മുഴുവൻ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എക്സാം വൈയുടെ കൂടെ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. എല്ലാ ക്ലാസ്സസും എല്ലാ സബ്ജക്ട്സും നമ്മുടെ മാത്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിന്റെ ക്ലാസ്സസ് മുഴുവൻ നമ്മുടെ ചാനൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സ്ട്രോങ് ഏരിയ ഒക്കെ അടിപൊളിയാക്കുക. ഒരു അടിപൊളി മാത്ത് IOQM ടെസ്റ്റ് ആവട്ടെ. സോ ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.